السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ആദിയാത്ത് അഥവാ യുദ്ധങ്ങളിൽ അതിശീഘ്രം കുതിച്ചോടുന്ന മുന്തിയ തരം കുതിരകൾ. അറബികൾക്ക്, പ്രത്യേകിച്ച് പണ്ടുള്ള അറബികൾക്ക് ഒട്ടകം, കുതിര, കോവർ കഴുത ഇവ അവരുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൃഗങ്ങളും വാഹനങ്ങളുമായിരുന്നു. മുന്തിയ തരം കുതിരകളും ഒട്ടകങ്ങളും അവർക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. എന്നാൽ ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് അതിശീഘ്രം കുതിച്ചോടി ഓട്ടത്തിൻ്റെ ശക്തിയും വേഗതയും കാരണം കുതിരയുടെ കുളമ്പുകൾ കല്ലിൽ ഉരസി തീപ്പറപ്പിച്ച് പൊടിപടലങ്ങൾ പരത്തി ശത്രുക്കൾ യുദ്ധത്തിന് വരും മുന്നേ രാവിലെ യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന മുന്തിയ തരം കുതിരകളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ഏതാണ്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ അവൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് നന്ദി കെട്ടവനാണ്. നേരായ വഴിയിൽ വിശ്വസിക്കാത്തവർ, അവിശ്വാസികൾ, നന്ദിയില്ലാത്തവരും അള്ളാഹു നൽകിയ സർവ സുഖ സൗകര്യങ്ങളെ ആസ്വദിച്ച് അവൻ അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്നു. മരണത്തെ ഓർക്കുന്നില്ല, പുനർജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല, ദുന്യാവിൽ നിന്ന് പ്രവർത്തിച്ച നന്മയും തിന്മയും പരലോകത്തെത്തുമ്പോൾ വിചാരണ ചെയ്യുമെന്നതിലും വിശ്വസിക്കുന്നില്ല. ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച സകല വികാരങ്ങളെക്കുറിച്ചെല്ലാം അല്ലാഹു തആലാക്ക് വളരെ കൃത്യമായി അറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽപ്പെടുത്തി പരലോകം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പാരായണ പഠനം ആരംഭിക്കാം. ആദ്യം ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. അവസാനം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹാ. വൽ ആദിയാത്ത്. വാ ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകളുടെ തെല്ലുകൾ ചേർന്നിരിക്കുകയും നടുഭാഗം ഒരൽപ്പം തുറന്നിരിക്കുകയും ചെയ്യണം. മുമ്പുള്ള പല ക്ലാസ്സുകളിലും അത് സൂചിപ്പിച്ചതാണ്. വൽ ഐൻ ഈ രൂപത്തിൽ തന്നെ ഉച്ചരിക്കണം. വൽ ആദിയാത്ത് എന്നാണ് പലരും ഓതാറുള്ളത്. അതൊന്നും ശരിയായ രൂപത്തിലുള്ള ഓതല്ല. വൽ ആദിയാത്ത് എന്നല്ല, വൽ വൽ ആദിയാത്തി ളബ്ഹാ. ഇത് ലാദാണ്, ലാ അല്ല. നാവിൻ്റെ തല മുൻപല്ലുകളുടെ ഊനിൽ തൊട്ടുകൊണ്ടല്ല ബാദ് ഉച്ചരിക്കേണ്ടത്. നാവിൻ്റെ അരു നീളത്തിൽ, അത് വലതുഭാഗമാകാം ഇടതുഭാഗമാകാം, അതിൻ്റെ ആ ഭാഗത്തുള്ള മേലെ അണപ്പല്ലുകളോട് ചേർത്തുകൊണ്ടാണ് ലാദ് ഉച്ചരിക്കേണ്ടത്. ഇവിടെ ഹാന് പകരം പലരും ലബ് ഹ എന്ന് ഹ ആയി ഉച്ചരിക്കാറുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. വൽആദിയാതി ളബ്ഹാ. അടുത്തായത് ഫൽമൂരിയാതി ഖദ്ഹാ. ഫൽമൂരി. റായിന് കസ്ർ വരുമ്പോൾ എപ്പോഴും തർക്കീഖ് അഥവാ നേരിയതായ രൂപത്തിലാണ് റായിനെ മൊഴിയേണ്ടത്. സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈരിൽ മഗ്ദൂബി എന്ന് പറയുമ്പോൾ ഗൈരി രി എന്നാണല്ലോ, ഗൈറി എന്ന് നാം ഉച്ചരിക്കാറില്ല. അതേപോലെ ഇവിടെയും ഫൽമൂരിയാത്തി ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. റായിനെ മൂരി രി ഈ രൂപത്തിൽ. ഫൽമൂരിയാത്തി ഖദ്ഹാ.
ഖാഫ് ശ്രദ്ധിക്കണം, കാഫായി പോകാൻ പാടില്ല. ഖദ് ഹ എന്ന് പറയുന്ന ഹ ആയി പോകാനും പാടില്ല, ഹ ആയിട്ട് തന്നെ ഉച്ചരിക്കണം. ഫൽമൂരിയാതി ഖദ്ഹ. അടുത്തായത് ഫൽമുഗീറാതി സുബ്ഹ. ഫൽമുഗി ഗൈൻ ഹംസ തൊണ്ടയുടെ താഴെയറ്റം, ഐൻ ഹ തൊണ്ടയുടെ മധ്യം, ഗൈൻ ഖ തൊണ്ടയുടെ മേലെയറ്റം. മുഹി എന്നോ മുഖി എന്നോ ഒന്നും അല്ല, ഫൽമുഗീറാതി ഇങ്ങനെയാണ് ഗൈൻ ഉച്ചരിക്കേണ്ടത്. ഫൽമുഗീറാതി സുബ്ഹ. സുബ്ഹ സ്വാദ് സീനായി പോകാൻ പാടില്ല, അവസാനത്തെ ഹ ആയി തന്നെ ഉച്ചരിക്കുകയും ചെയ്യണം. അടുത്തായത് فأثرن به نقعا. فأثرن സ ആണ്, നാവിൻ്റെ തല മേലെ മുൻപിലൂടെ താഴെയറ്റം സ. ഫഅസർന ബിഹി, ഇവിടെ ഫഅസർന ബിഹി എന്ന് ചിലരൊക്കെ ഓതാറുണ്ട്, അത് ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. അങ്ങനെ ഒരു അലിഫിനെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആനില്ലാതെ നമ്മുടെ വക നാം കൂട്ടിക്കൊടുക്കാൻ ഒരിക്കലും പാടില്ല. ഒരു ഹർഫ് കൂടുതലാക്കാനോ ഒരു ഹർഫ് കുറയ്ക്കാനോ ഒന്നും പാടില്ല, അതൊക്കെ വലിയ തെറ്റാണ്. ഫഅസർന ബിഹി നഖഅ. ഇവിടെ ഖാഫിൽ ഖൽഖല കൊടുക്കണം. ആദ്യത്തെ ആയത്തിൽ വൽ ആദിയാതി ളബ്ഹ എന്ന പദത്തിലെ ബായിലും ഖൽഖല കൊടുക്കണം, ലബ്ഹ എന്നല്ല ലബ്ഹ. അതേപോലെ തന്നെ ഫഅസർന ബിഹി നഖഅ എന്നല്ല നഖഅ. ഇങ്ങനെ ഖൽഖല എന്ന് പറയുന്ന സിഫത്ത് കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. അടുത്ത ആയത്ത് ഫവസത്ന ബിഹി ജംഅ. ഫവസത്തു തായിൽ ഖൽഖല കൊടുക്കണം, ഫവസത്ന എന്നല്ല ഫവസത്ന ബിഹി ജംഅ. ഇവിടെയും ഫവസത്ന ഒരല്പം നൂനിനെ നീട്ടി നൂന് ശേഷം ഒരു അലിഫ് കൊടുത്തുകൊണ്ട് ചിലരൊക്കെ ഓതാറുണ്ട്, അതും ശരിയായ രൂപത്തിലുള്ള ഓത്തൽ, അങ്ങനെ കൂടുതൽ നീട്ടേണ്ടതില്ല. ഫവസത്ന ബിഹി ജംഅ ഐൻ ശ്രദ്ധിക്കണം. അടുത്തായത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇന്ന ഷദ്ദുള്ള നൂനാണ്. അൽ ഇൻസാൻ ഇവിടെയും മണിക്കണം. ഇന്ന എന്നുള്ള ഷദ്ദുള്ള നൂനായതുകൊണ്ട് നന്നായി മണിക്കണം. അൽ ഇൻസാൻ സുക്കൂനുള്ള നൂന് ശേഷം സീനായതിനാലും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ലിറബ്ബിഹി ലകനൂദ്. ലിറബ്ബിഹി വ്യക്തമായി പോകാനും പാടില്ല. ലകനൂദ് ദാലിൽ ഖൽഖല എന്ന് പറയുന്ന ആ സിഫത്ത് കൊടുത്തുകൊണ്ട് ഓതുക. അടുത്തായത് വഇന്നഹു അലാ ദാലിക ലശഹീദ്. വഇന്നഹു വ്യക്തമാക്കണം, അലാ ഐൻ ശ്രദ്ധിക്കണം, ദാലിക ലശഹീദ് അവസാനത്തെ ദാലിൽ ഖൽഖല എന്ന് പറയുന്ന സിഫത്തും കൊടുത്തുകൊണ്ട് ഓതുക. അടുത്തായത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. വഇന്ന ഷദ്ദുള്ള നൂൻ നന്നായി മണിക്കണം. വഇന്നഹു വ്യക്തമാക്കണം, വ്യക്തമാക്കാതെ വഇന്നഹു ലിഹുബ്ബി എന്നുള്ള രൂപത്തിലുള്ള ഓത്തൊന്നും ഓതാൻ പാടില്ല. ഇങ്ങനെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇത്തരം തെറ്റുകളൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഓതുന്ന സൂറത്തുകളായതുകൊണ്ടാണ്. വല്ലാഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള സൂറത്തുകൾ നിസ്കാരത്തിലും അല്ലാതെയുമായിട്ടൊക്കെ നാം എപ്പോഴും പോകുന്നതാണ്. ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ തെറ്റുകളൊക്കെ തിരുത്തി തന്നെ ഓതി പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ.
وإنه لحب الخير لشديد. ലിഹുബി പ്രത്യേകം ശ്രദ്ധിക്കണം, ഹു എന്നല്ല, ലിഹുബി ഹ ആയിട്ട് തന്നെ ഉച്ചരിക്കണം. ലിഹുബിൽ ഖൈരി ഖ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലശദീദ് വഇന്നഹു ലിഹുബിൽ ഖൈരി ലശദീദ്. അവസാനത്തെ ദാലിൽ ഖൽഖലയും കൊടുക്കണം. ലശദീദ് എന്നല്ല, ലശദീദ്. അടുത്ത ആയത്ത് أفلا يعلم إذا بعثر ما في القبور. أفلا يعلم. أفلا فا ശ്രദ്ധിക്കണം. യഅലമു ഐനാണ്, യഅലമു എന്ന് ഹംസയായിട്ടൊന്നും ഓതാൻ ഒരിക്കലും പാടില്ല. യഅലമു ഇദാ ഇദാ ദാൽ ദാലായി പോകാൻ പാടില്ല. ഐനായിട്ട് തന്നെ ഉച്ചരിക്കണം. ബുസിറ എന്ന് ഹംസയായിട്ടല്ല. ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ. അടുത്ത ആയത്ത് വഹുസ്സില മാ ഫിസ് സുദൂർ. വഹുസ്സില സ്വാദാണ്, സീനായി പോകാൻ പാടില്ല. മാ ഫിസ് സുദൂർ അവിടെയും സ്വാദാണ്, സീനായി മാറിപ്പോകാൻ ഒരിക്കലും പാടില്ല. വഹുസ്സില മാ ഫിസ് സുദൂർ. അവസാനത്തെ ആയത്ത് ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇന്ന ഷദ്ദുള്ള നൂനായതിനാൽ നന്നായി മണിക്കണം. റബ്ബഹും ബിഹിം, റബ്ബഹും സാക്കിനായ മീമിന് ശേഷം ബാ ആയതിനാൽ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. മറച്ചു മണിച്ചുകൊണ്ട് ഓതണം. പ്രത്യേകം മണിക്കാൻ വിട്ടുപോകാൻ ഒരിക്കലും പാടില്ല. റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. യൗമഇദില്ല, ഇവിടെ ചിലരൊക്കെ യൗമഇദിൻല എന്ന് ഓതാറുണ്ട്. അത് പിഴവാണ്. യൗമഇദിൻ ദാലിന് തൻവീൻ ശേഷം ലാമു വന്നതിനാൽ ഇദ്ഗാം ബിലാഗുന്ന മണിക്കാതെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അവസാനത്തെ പദമായ ലഖബീർ, ഈ പദം പലരും ഓതാറുള്ളത് ലഖബീർ ലഖബീർ ഇങ്ങനെ റായിനെ തടുപ്പിച്ചുകൊണ്ടാണ്. അത് ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. ലഖബീർ ലഖബീർ ഇങ്ങനെ നേരിയതായ രൂപത്തിലാണ് റായിനെ ഉച്ചരിക്കേണ്ടത്. നാം സാധാരണ ഓതാറുള്ള സൂറത്തുൽ മുൽക്കിലെ ചില പദങ്ങളുണ്ടല്ലോ, ഖദീർ, നസീർ, മസീർ, അവിടെയൊക്കെ റായിനെ ഖദീർ എന്നല്ലല്ലോ, ഖദീർ നേരിയതായ രൂപത്തിൽ, ആ ഒരു രൂപത്തിലാണ് ഇവിടെയും ഓതേണ്ടത്. ലഖബീർ ലഖബീർ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ സൂറത്ത് സംഘമായി ഓതാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ضبحا والعاديات ضبحا فالموريات قدحا فالموريات قدحا فالمغيرات صبحا فالمغيرات صبحا فأثرن به نقعا فأثرن به نقعا فوسطن به جمعا فوسطن به جمعا إن
الإنسان لربه لكنود إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه على ذلك لشهيد وإنه لحب الخير لشديد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور وحصل ما في الصدور إن ربهم بهم يومئذ لخبير إن ربهم بهم يومئذ لخبير. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുമ്പ് പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകൂടാതെ ഓതി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.